നീ എന്തിനാണ് അനസേ അത് ചെയ്തത് എന്നോ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോ ഒരു ഗൗരവതരത്തിലുള്ള സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഒരുപാട് മദ്ഹുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം. ആ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ ഒരു ദിനമുണ്ട്. ആ ദിനം ഏതാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് മതസ്സാഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ, മാദാ അഹദത്ത ലഹാ, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ചോദിക്കുന്ന നീ അതിന് ഒരുങ്ങിയിട്ടുണ്ടോ, എന്താണ് നീ അതിനു വേണ്ടി ഒരുക്കി വെച്ചത് എന്നൊരു മറുചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു. അതെ, സ്വാഭാവികമായും ഹജ്ജിന് പോകണം. ഹജ്ജിൻ്റെ മാസം എപ്പോഴാണ്, ദിവസം എപ്പോഴാണ്, അറഫ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ, അല്ലാഹുവേ ഞങ്ങളിൽ ഹജ്ജിന് പോകുന്ന പലരുമുണ്ട്, നീ അവർക്ക് എളുപ്പമാക്കണം റഹ്മാനെ, കബൂൽ ചെയ്യണം റഹ്മാനെ. നാളെ കർണാടകയിൽ ഒരു ഹജ്ജ് ക്ലാസ് എടുക്കണം എന്ന് ഉദ്ദേശിച്ച് കർണാടകയിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ. ഇന്നലെ കർണാടകയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് രാവിലെ ട്രെയിനിന് ഇങ്ങോട്ട് വന്നതും ആണ്, നാട്ടിൽ പോയിട്ടില്ല. ഞാൻ ചെറിയ ഒരു ആശങ്കയുണ്ട് എനിക്ക്. നാളെ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, അത് കുറച്ച് ദീർഘമായ സമയം പിടിക്കുന്ന ക്ലാസ്സാണ്. കുറച്ച് മണിക്കൂറുകളില്ലാതെ ഹജ്ജ് മുഴുവനും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ത്വരീഖത്തിനെ സംബന്ധിച്ച് വേറൊരു പരിപാടി രാത്രിയിലുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആരോഗ്യം തരണം റഹ്മാൻ, നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരണം റഹ്മാൻ. എന്ത് രോഗമുണ്ടെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ ശിഫ നൽകണം റഹ്മാൻ. യാതൊരു മാരകമായ രോഗങ്ങളും ബുദ്ധിമുട്ടുള്ള രോഗങ്ങളും ഇല്ലാതെ നിന്റെ ദീനിന്റെ സേവനത്തിന് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണം റഹ്മാൻ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, മാ അഅദത്തു ലഹു കസീറ സിയാമി വസ്സലാഹ്, ഞാൻ കുറേ കൂടുതൽ സുന്നത്ത് നോമ്പൊന്നും എടുത്തിട്ടില്ല, കുറേ കൂടുതൽ സുന്നത്ത് നിസ്കാരം. വഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കുന്നു. ഇതല്ലാതെ എൻ്റെ കൈവശത്തിലൊന്നുമില്ല. സുഹൃത്തുക്കളെ, ഒരു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലാഹുവിനെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കലാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മോമിനീങ്ങളായ ആളുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ തന്നെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു, ഈ സംസാരം എൻ്റെ വകയിൽ അല്ല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ സംസാരത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നു, ഇടപെടുന്നു. സംസാരം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. എനിക്ക് സംസാരം സൃഷ്ടിക്കാൻ കഴിയില്ല. അങ്ങനെ ഓരോന്നും എൻ്റെ കാഴ്ചയെ സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. കണ്ണുള്ളത് കൊണ്ട് കാഴ്ച ഉണ്ടാകണം എന്നില്ല, കാതുള്ളത് കൊണ്ട് കേൾവി ഉണ്ടാകണം എന്നില്ല, കൈയുള്ളത് കൊണ്ട് പിടിക്കാൻ കഴിയണം എന്നില്ല, കാലുള്ളത് കൊണ്ട് നടക്കാൻ സാധിക്കണം എന്നില്ല. അങ്ങനെ ഓരോന്നും അല്ലാഹു അപ്പോൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് മനുഷ്യന് പ്രവർത്തനങ്ങൾ. പിന്നെ മറ്റ് വസ്തുക്കളെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. എൻ്റെ ശരീരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ചില ഉപകരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് എൻ്റെ കരളും എൻ്റെ കിഡ്നിയും എൻ്റെ ഹാർട്ടും എൻ്റെ ബ്രെയിനും ഒക്കെ. അതിന് എത്ര ലക്ഷമാണ് വില പറയുക? വില പറഞ്ഞാൽ അത് ആ നിലക്കായി കിട്ടുമോ? ഇല്ലെന്നുറപ്പല്ലേ. ആ അവയവങ്ങളൊക്കെയും ആ ഉപകരണങ്ങളൊക്കെയും ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് എൻ്റെ ശരീരത്തിന് ആവശ്യമായ രക്തവും മാംസവും മജ്ജയും നൽകി, എല്ലും പല്ലും തോലും നൽകി, അവയവങ്ങളൊക്കെയും നൽകി,
എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം നൽകി എന്നെ പോറ്റി വളർത്തുന്ന റബ്ബ്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അതേ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു തആല ഭക്ഷണം കൊടുത്താലേ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂ. വലിയ കോടീശ്വരന്മാരായി ജീവിക്കുന്ന എത്രയോ മുതലാളിമാരുണ്ട്. മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുകയാണവർ. അവർക്ക് വയറ്റിലേക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അല്ലാഹു ഭക്ഷണം കൊടുക്കാതെ ഭക്ഷണം കഴിക്കാൻ ആർക്കും സാധ്യമല്ല. ഭക്ഷണം എന്ന് പറയുന്നത് എന്തെല്ലാമാണ് എൻ്റെ റബ്ബ് എനിക്ക് തന്നത്. അതുണ്ടോ ഇപ്പോൾ പറഞ്ഞാൽ തീരുന്നു. മാങ്ങയുടെ സീസണാണിപ്പോ. എത്ര തരം മാങ്ങയാണ് അല്ലാഹു തആല പടച്ചു വെച്ചിട്ടുള്ളത്. ഒരു മാങ്ങയുടെ രുചിയല്ല മറ്റൊരു മാങ്ങക്ക്, ഒരു മാങ്ങയുടെ ആകൃതിയല്ല വേറൊരു മാങ്ങക്ക്, അതേപോലെ ഒരു മാങ്ങയുടെ കളറല്ല വേറൊരു മാങ്ങക്ക്. അതുപോലെ ചിലത് വളരെ തടിച്ചത്, വളരെ ചെറുത്, അങ്ങനെ തുടങ്ങി എത്ര 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 ഇനം മാങ്ങകളാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നത്. അത് നമുക്ക് തന്ന ഫ്രൂട്ട്സാണ്. എന്നാൽ വെറും ഒരു മാങ്ങ മാത്രമാണോ? എത്രയാണ് നമുക്ക് അല്ലാഹു തആല ഫാക്കിഹത്തായി നമുക്ക് ഫ്രൂട്ട്സുകൾ എത്രയാണ് അല്ലാഹു തന്നത്. ഈത്തപ്പഴം അത് എത്ര ഇനമാണ്. അതേ ആപ്പിൾ എത്ര ഇനമാണ്. പേരക്ക എത്ര ഇനമാണ്. മുന്തിരിങ്ങ എത്ര ഇനമാണ്. അതുപോലെ റുമ്മാൻ എത്ര ഇനമാണ്. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ എല്ലാ പഴങ്ങളും എത്ര 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 വർഗങ്ങളാണ്, ഇനങ്ങളാണ്. അതിനെല്ലാം വ്യത്യസ്ത രുചിയാണ്. ആ ഫ്രൂട്ട്സുകൾ മുഴുവനും നമുക്ക് വേണ്ടി റബ്ബ് സൃഷ്ടിച്ചു തന്നതാണ്. ആ ഫ്രൂട്ട്സ് മാത്രമാണോ? നമ്മുടെ നാട്ടിൽ നല്ല തേങ്ങയുണ്ട്. ആ തേങ്ങ എന്ന് പറയുന്ന വസ്തു ഇളനീർ, കരിക്ക് എന്നൊക്കെ പറയും. ആ വസ്തു എന്തൊരു മധുരമുള്ള വെള്ളമാണ്, എന്തൊരു ആശ്വാസം കിട്ടുന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ എത്ര ഔഷധ വീര്യമാണ്. ക്ഷീണിച്ചവശനായി കിടക്കുന്നവനൊരു ഇളനീർ കുടിച്ചാൽ അവന് എത്രയോ വലിയ ഉന്മേഷം ലഭിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഓരോ വസ്തുക്കളും, അതിൻ്റെ കാമ്പ്, തേങ്ങ, അതിന് കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഒരുപാട് സാധനങ്ങൾ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ടാണ്. അത് സ്വാഭാവികമായും മറ്റു പല എണ്ണകളെപ്പോലെ വലിയ കുഴപ്പമില്ലാത്ത എണ്ണയാണ് വെളിച്ചെണ്ണ. അത് പാം ഓയിൽ പോലെയല്ല, വേറെ ഏതെങ്കിലും ഓയിൽ പോലെയല്ല. അതേപോലെ ശജറത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ എന്ന് ഖുർആൻ പറഞ്ഞ അനുഗ്രഹീതമായൊരു മരം, അതും മനുഷ്യന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണല്ലോ. അതാണ് സൈത്തൂൻ മരം. ഫലസ്തീനിലും മറ്റും ധാരാളമായി ആ മരം കാണാം. അതിൻ്റെ മേലെ ഉണ്ടാകുന്ന കായ എത്ര ധന്യമാണ്. അതിൻ്റെ എണ്ണ എല്ലാ എണ്ണയെക്കാളും മെച്ചപ്പെട്ടതും വളരെയേറെ ആരോഗ്യമുണ്ടാക്കുന്നതുമാണ്. അതിൻ്റെ ഇല, അത് ഉണങ്ങിയതിന് ശേഷം ആ ഇല നല്ല വെള്ളത്തിലിട്ട് ചൂടാക്കി കഷായം വെക്കുന്നത് പോലെ വെച്ച് അതരിച്ചെടുത്ത് കുടിച്ചാൽ അത് ഷുഗറിന് വളരെ നല്ല ഔഷധമാണ്. അതേപോലെ തുടങ്ങിയിട്ട് അല്ലാഹു ഖുർആനിലെ ശജറത്തുൻ മുബാറക, അനുഗ്രഹീതമായ മരം എന്നാണല്ലോ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ മുന്നിൽ വരുന്ന അത്തിപ്പഴം, വത്തീനി വസൈതൂനി വതൂരി സിനീന വഹാദൽ ബലദിൽ അമീൻ, സൈത്തണ്ണയിൽ അത്തിപ്പഴം രാത്രിയിൽ ഇട്ടുവെച്ച് രാവിലെ കഴിക്കുന്നവരുണ്ട്. കാരണം രണ്ടും അല്ലാഹു ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണല്ലോ, വത്തീനി വസൈതൂൻ. ആ രണ്ട് സാധനങ്ങൾക്കും അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ ഫലം അല്ലാഹു തആല അതിന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരൂലല്ലോ. എത്ര പഴങ്ങളാണ് അല്ലാഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പഴം മാത്രമാണോ? വാഴപ്പഴം എടുത്തു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഒരു പഴം, അതിൻ്റെ പേര് കദളി,
വേറെ ഒന്ന് പൂവൻ പഴം, മറ്റൊന്ന് മൈസൂർ പഴം, വേറെ ഒന്ന് നേന്ത്രപ്പഴം, വേറെ ഒന്ന് റോബസ്റ്റ്. ഇതിനെല്ലാം വ്യത്യസ്തമായ കളറുകൾ, രുചികൾ, രീതികൾ, അങ്ങനെ തുടങ്ങി എത്രയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വണ്ണൻ വാഴ എന്ന് പറഞ്ഞ് മറ്റൊന്നുണ്ട്, മണ്ണൻ വാഴ. അതിൻ്റെ രുചിയൊന്ന് വേറെയാണ്. അത് പഴുത്താലും അതിൻ്റെ കളറ് പച്ചയായി നിൽക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ പഴങ്ങൾ, വാഴപ്പഴത്തിൽ തന്നെ അല്ലാഹു ഇനങ്ങൾ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇലകൾ, വാഴയുടെ ഇലകൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിരിച്ച് അതിൽ ചോറിട്ട് തിന്നുന്ന ആളുകളെ നമുക്ക് കാണാം. ആ ഇല കൊണ്ട് വലിയ ഉപകാരം അല്ലാഹു വെച്ചിരിക്കുകയാണ്. അതിൽ കൊലകൊത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ കാമ്പ്, ഞങ്ങളുടെ നാട്ടിൽ കാമ്പ് എന്ന് പറയും, ഇവിടെ ഉണ്ണിക്കാമ്പ് എന്നായിരിക്കും പറയാമെന്ന് തോന്നുന്നു. അത് പൊളിച്ചെടുത്ത് അതും തിന്നാൻ എന്തൊരു സൗകര്യമുള്ള വസ്തുവാണ്. ഇങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരുമോ? അങ്ങകലെ ഏതോ ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ മേലെ ഒരു തേനീച്ചക്കൂടുണ്ട്. ആ തേനീച്ചകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വഹി നൽകിയെന്നാണ് ഖുർആൻ പറഞ്ഞത്, സന്ദേശം കൊടുത്തു. ആ സന്ദേശപ്രകാരം തേനീച്ച ഇറങ്ങി പുറപ്പെട്ട് പല സ്ഥലത്തും പോയി തേൻ ശേഖരിക്കുകയാണ്. ആ തേൻ ശേഖരിക്കുന്ന ആ തേനീച്ചയെ നമുക്ക് വാഴക്കൊലയുടെ മേലെ കാണാം. കാരണം അവിടെ അതാ തേന് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയി ശേഖരിച്ചു വെക്കുകയാണ്. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. ഇന്ന് രാവിലെയും തേനും ചേർത്ത് മഞ്ഞൾ കഴിച്ചവനാണ് ഞാൻ. മഞ്ഞൾ എന്ന് പറയുന്ന സാധനം അത് ഭൂമിയിൽ ഉള്ള ഒരു സാധനമാണ്. അത് ഏകദേശം സ്വർണത്തിൻ്റെ കളറാണ്. കാരണം അത് ഭൂമിക്കടിയിലെ സ്വർണമാണ്. ആ വസ്തു മനുഷ്യന് തൊണ്ടയുടെ അസുഖത്തിന്, കഫത്തിന്റെ ബുദ്ധിമുട്ടിന്, ശബ്ദം ക്ലിയറാകാതിരിക്കുന്നതിന്, അലർജി ഉണ്ടാകുന്നതിന്, അങ്ങനെ തുടങ്ങി പലതിനും വലിയ ഔഷധമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്ന സാധനം. അതേപോലെ തന്നെ തേനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ അല്ലാഹു തആല പറഞ്ഞു. നമുക്ക് ഖുർആനിൽ കാണാം, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. തേനീച്ചയുടെ വയറ്റിൽ നിന്ന് അതാ ഒരു പാനീയം പുറപ്പെടുന്നു. മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത കളറാണ്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് രോഗശമനം ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്തെല്ലാം വസ്തുക്കളാണ് അല്ലാഹു തആല മനുഷ്യന് വേണ്ടി പഠിച്ചു വെച്ചത്. ഇതിന്റെ പുറമെ ധാന്യങ്ങൾ എത്രയാണ്, ഗോതമ്പ് എത്ര ഇനങ്ങളാണ്, നെല്ല് എത്ര ഇനങ്ങളാണ്, അരി എത്ര ഇനങ്ങളാണ്, ചോളം എത്ര ഇനങ്ങളാണ്, അതുപോലെ തുടങ്ങിയിട്ട് ഓരോന്നും പയറ് എത്ര ഇനങ്ങളാണ്, കടലകൾ എത്ര ഇനങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് ധാന്യങ്ങൾ വേറെ അല്ലാഹു തആല പഠിച്ചു വെച്ചു. ആവശ്യമായ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് കരയിൽ തന്നെ ഒരുപാട് മാംസം അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചു. എത്ര കോഴികളാണ് ഒരു ദിവസം ചെലവാകുന്നത്, എത്ര ആടുകളെയാണ് അറുക്കപ്പെടുന്നത്, എത്ര കന്നുകാലികളെയാണ് അറുത്ത് ആളുകൾ ഭക്ഷിക്കുന്നത്. അതെല്ലാം ഉള്ളതിൻ്റെ പുറമെ പച്ചക്കറി എന്ന പേരിൽ എത്രയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചത്. അതിന് എണ്ണം പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇലകൾ എത്ര ഇലകളാണ്. അവസാനം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലകൾക്ക് പുറമെ അതാ അവസാനം കറിയിലിട്ട് കൊടുക്കുന്ന ഒരു ഇല കരുവേപ്പില, അതെടുത്താരും കഴിക്കുന്നില്ല. അതതിലിട്ട് കുറച്ച് കഴിഞ്ഞ് അത് പാകം ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റുകയാണ്. എന്തെല്ലാം സാധനങ്ങളാണ് ലോകസൃഷ്ടാവായ അല്ലാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തത് എന്നത് ചിന്തിക്കാനാണോ ഞാൻ ഇത്രയും പറഞ്ഞത്? ഇതൊക്കെ ഈ ഭൂമിയുടെ മേലെ, മണ്ണിന്റെ മേലെ ഒരേ മഴ, ഒരേ മണ്ണ്, ഒരേ ഭൂമി. ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ തേങ്ങ, അപ്പുറത്ത് വിദേശത്ത് പോയാൽ അവിടെ കാരക്ക, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പ്രത്യേകമുള്ളത്. ഒരു സ്ഥലത്ത് തന്നെ സുബ്ഹാനല്ലാഹ് ഒരു മരത്തിന്റെ മേലെ കുരുമുളക് പടർന്നു പോയിരിക്കുന്നു. അതിന് എരിവാണ്.
അതിന് ഔഷധ വീര്യമുണ്ട്, വലിയ വിലയുള്ള സാധനമാണ്. എന്നാൽ അതിൻ്റെ നേരെ ഇപ്പുറത്ത് പച്ചമുളക് വേറെയുണ്ട്, അതും ഇതേ മണ്ണിൽ തന്നെയാണ്. അതിൻ്റെ നേരെ അപ്പുറത്ത് കരിമ്പുണ്ട്, അതിന് മധുരമാണ്. അതേ ആ കുരുമുളക് പടർന്നു പോയ ഒരു മാങ്ങാ മരമുണ്ട്, അതിൻ്റെ മേലെയുള്ളത് മാങ്ങയാണ്. എല്ലാം രുചി വ്യത്യസ്തമാണ്. മനുഷ്യനാവശ്യമായ എല്ലാ ധാന്യങ്ങളും എല്ലാ വസ്തുക്കളും അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടിച്ചു കൊടുത്തു മനുഷ്യന്. അത് കരഭൂമിയിലാണെങ്കിൽ സുഹൃത്തുക്കളെ, കടലിൽ എത്ര മത്സ്യങ്ങളാണ്, അതേപോലെ നദിയിൽ എത്ര മത്സ്യങ്ങളാണ്. ഓരോന്നിൻ്റെയും വലിപ്പവും ചെറുപ്പവും. ചെറിയ മത്സ്യം നല്ല രുചിയുള്ളത്, വലിയ മത്സ്യം നല്ല രുചിയുള്ളത്. സുബ്ഹാനല്ലാഹ്, എണ്ണിയാലൊടുങ്ങാത്ത ജീവികളെ ഈ കടലിലും അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചു. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഇങ്ങനെ എല്ലാം തന്ന് പോറ്റി വളർത്തുന്ന റബ്ബ് അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നിങ്ങൾക്ക് വിശക്കുന്നതിന് ഭക്ഷണം തന്ന റബ്ബ്, നിങ്ങൾക്ക് നിർഭയത്വം തന്ന റബ്ബ്, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവസരം തന്ന റബ്ബ്. അതാണ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഈ കഅബ ശരീഫിന്റെ റബ്ബ്, എല്ലാറ്റിന്റെയും റബ്ബ്. ആ റബ്ബിനെ ഇബാദത്ത് എടുക്കണം, ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കണം. അവൻ ഭക്ഷണം കൊടുക്കുന്നവനാണ്, അവൻ നിർഭയത്വം കൊടുക്കുന്നവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാണ് മുഅ്മിൻ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ആ അല്ലാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നുവെന്നാണ് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം. ഞാൻ കൂടുതൽ നോമ്പും നിസ്കാരവും ഒന്നും എനിക്കില്ല, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു. ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് നബിയേ. ശരിക്കും ഒരാൾ അല്ലാഹുവിനെ സ്നേഹിച്ചാൽ അല്ലാഹു വിരോധിച്ചത് ചെയ്യാൻ അദ്ദേഹത്തിന് ധൈര്യം വരുമോ? കള്ളു കുടിക്കാൻ ധൈര്യം വരുമോ? പലിശ വാങ്ങാൻ ധൈര്യം വരുമോ? മറ്റൊരാള് സംഖ്യ കട്ടെടുക്കാൻ ധൈര്യം വരുമോ? കാരണം അല്ലാഹു കാണുന്നുണ്ടല്ലോ. അല്ലാഹു കാണാതെ ഒരു അന്യപെണ്ണുമായി ചാറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലാഹു അറിയാതെ ഒരു അന്യപെണ്ണിനെ വശീകരിക്കാൻ പറ്റുമോ? അല്ലാഹു അറിയാതെ വല്ല ചതിയും നടത്താൻ പറ്റുമോ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ അല്ലാഹ്. അവനറിയാത്തതൊന്നുമില്ലല്ലോ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. സൃഷ്ടാവായ അല്ലാഹു അറിയാത്തതെന്തെങ്കിലും ഉണ്ടോ? ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ശരിക്ക് സ്നേഹിക്കുമ്പോൾ ഒരു നേരത്തെ നിസ്കാരം ഖളാക്കാൻ ധൈര്യം വരില്ല. ഏത് പ്ലെയിന് യാത്രയിലാണെങ്കിലും സുബ്ഹാനല്ലാഹ്, സുബ്ഹി ഖളായി പോകുമെന്ന് കണ്ടാൽ പ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് തന്നെ വധുവെടുത്ത് വധു സൂക്ഷിക്കാൻ ശ്രമിക്കും. സുബ്ഹി ആകുന്നുണ്ടോ എന്ന് പ്ലെയിനിൽ നിന്ന് നോക്കും. അതാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കും. അതുപോലെ ഒരു നിസ്കാരവും ഖളാക്കാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് ധൈര്യം വരില്ല. എത്ര പൊടി പൊടിച്ച കല്യാണമാണെങ്കിലും, എത്ര ഗംഭീര സമ്മേളനമാണെങ്കിലും, ഏത് തിരക്കാണെങ്കിലും യജമാനനായ റബ്ബിനെ സ്നേഹിക്കുന്നവര് നിസ്കാരം ഖളാക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ പ്രിയം വെക്കുന്നവനാണ് ഞാൻ. ഇതേപോലെ അവൻ വിരോധിച്ചതൊന്നും ചെയ്യാൻ ധൈര്യം വരൂല. ശരിയായ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞേച്ച ആളാണല്ലോ.
സാധാരണ മനുഷ്യനല്ലല്ലോ, സാധാരണ മനുഷ്യന്മാരെ അല്ലാഹു റസൂലാക്കിയിട്ടില്ലല്ലോ. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയൂലല്ലോ, സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ലല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംവദിക്കാൻ കഴിയൂലല്ലോ. ആകയാൽ സൃഷ്ടികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മലക്കുകളെക്കാൾ ശ്രേഷ്ഠത നൽകപ്പെട്ട ഏറ്റവും ഉന്നതരായ മഹാന്മാരാണല്ലോ മുർസലീങ്ങൾ. ആ മുർസലീങ്ങളെ അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു നബിയേ. അവിടുത്തെ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ചുള്ള ജീവിതമാകും. അപ്പോൾ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഒരു റസൂലിനെയും അതായി ഇകഴ്ത്തൂല, എല്ലാ റസൂലിനെയും ബഹുമാനിക്കും. ഈസാ നബി അലൈഹിസ്സലാമിനെയും മൂസ നബി അലൈഹിസ്സലാമിനെയും നൂഹ് നബി അലൈഹിസ്സലാമിനെയും ആദം നബി അലൈഹിസ്സലാമിനെയും അങ്ങനെ തുടങ്ങി എത്ര ലക്ഷക്കണക്കിന് മുർസലീങ്ങളുണ്ടോ, നബിമാരുണ്ടോ, എല്ലാവരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന് ഔലിയാക്കളുണ്ടെന്ന് ഖുർആൻ പറയുന്നു, അല്ലാഹുവിന് ഇഷ്ടജനങ്ങളുണ്ടെന്ന് ഖുർആൻ പറയുന്നു. പടച്ചവൻ ഇഷ്ടപ്പെട്ട ജനങ്ങൾ, അവർക്ക് ഭയവും ദുഃഖവുമില്ലെന്ന് റബ്ബ് പറയുന്നു. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ നിസ്കരിക്കാതെ നടന്നവരല്ല, നോമ്പെടുക്കാതെ റമദാനിൽ പച്ചാപ്പകലിൽ വെള്ളം കുടിച്ചവരല്ല, ആരോഗ്യമുള്ളതോടുകൂടി മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്യുന്നവരല്ല, ഹറാമുകൾ പ്രവർത്തിക്കുന്നവരല്ല, അന്യപെണ്ണിന്റെ കൈപിടിക്കുന്നവരല്ല, ആലിമീങ്ങളെ കുറ്റം പറയുന്നവരല്ല, സാലിഹീങ്ങളെ നിന്ദിക്കുന്നവരല്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു ചെറിയ പോയിന്റ് പോലും അതാ വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ വഖറ സാഹിബ ബിദ്അത്തിൻ, സുന്നിയല്ലാത്ത ഒരു മനുഷ്യനെ വല്ലവനും ബഹുമാനിച്ചാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കുന്നതിൽ സഹായിച്ചവനാണവൻ. സുഹൃത്തുക്കളെ, എത്ര എന്ത് ബന്ധമുണ്ടെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ അയാൾ ആദരിക്കാനോ ബഹുമാനിക്കാനോ അംഗീകരിക്കാനോ ഒരാളും മുഅ്മിനീങ്ങൾ തയ്യാറാവില്ല, ഈമാനുണ്ടെങ്കിൽ തയ്യാറാവില്ല. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അങ്ങനെയുള്ള സാലിഹീകൾ, ഔലിയാക്കൾ, ആ മഹാന്മാരെ പ്രിയം വെക്കുന്നു. അള്ളാഹുവിനെ പ്രിയം വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുമ്പോൾ സുബ്ഹി ഖളാക്ക കിടന്നുറങ്ങൂല. അതുപോലെ ഗീബത്ത് പറയുന്ന സദസ്സിലിരിക്കൂല, റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് കള്ളം പറയൂല, ചീത്ത വിളിക്കൂല, തെറി പറയൂല, ആരെയും അനാവശ്യമായി ആക്ഷേപിക്കൂല.